സീതമ്മ എന്താ പറഞ്ഞത് ദേവു? ഫോൺ വിളി കഴിഞ്ഞ് താങ്കളുടെ അടുത്തേക്ക് വന്ന ദേവുവിനോട് നന്ദു ആകാംക്ഷയോടെ ചോദിച്ചു. പപ്പയോട് അമ്മ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്, ദേവു സന്തോഷത്തോടെ പറഞ്ഞു. അത് കേട്ടതും 3 പേരും സന്തോഷത്തോടെ കാറിലേക്ക് കയറി. ശിവക്കപ്പോഴും ടെൻഷൻ തന്നെയായിരുന്നു. കടലിലേക്ക് ആഴ്ന്നിറങ്ങാനൊരുങ്ങുന്ന സൂര്യനെ നോക്കിക്കൊണ്ട് ശിവ മണൽത്തരിയിലിരുന്നു. ഓരോ തിരമാലയും ശക്തിയായി വന്ന് തീരത്തിലേക്ക് അടിക്കുന്നത് ശിവ കൗതുകത്തോടെ നോക്കി നിന്നു. മറ്റു 3 പേരും വെള്ളത്തിൽ കളിക്കുകയാണ്. ഇത്ര പെട്ടെന്ന് ക്ഷീണിച്ചോ? തൻ്റെ അടുത്ത് വന്നിരിക്കുന്ന 3 പേരെയും നോക്കിക്കൊണ്ട് ശിവ പുഞ്ചിരിയോടെ ചോദിച്ചു. ദേവു അതിനെ മൂളിക്കൊണ്ട് ശിവയുടെ തോളിലേക്ക് ചാഞ്ഞു. ഏട്ടത്തി എന്താ കടലിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത്? നന്ദു തീരത്തിലേക്ക് അടിക്കുന്ന തിരമാലയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ശിവയോടായി ചോദിച്ചു. എന്ത് ഭംഗിയല്ലേ കടൽ കാണാൻ, കൊച്ചുകുട്ടികളുടെ ഉത്സാഹത്തോടെ ശിവ പറഞ്ഞു. ഏട്ടത്തി അപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ലേ? അപ്പോൾ പുഞ്ചിരിയോടെ ചോദിച്ചു. ഇല്ല, ഞാൻ ആദ്യമായാണ് ബീച്ചിലേക്ക് വരുന്നത്, ശിവ അവനെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു. അവർ 3 പേരും കണ്ണും മേയിച്ചുകൊണ്ട് ശിവയെ നോക്കി നിന്നു. ഏട്ടനും ഏട്ടത്തിയും പ്രേമിച്ച് തന്നെയാണോ വിവാഹം കഴിച്ചത്? നന്ദു സംശയത്തോടെ ശിവയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. പക്ഷേ ശിവയിൽ നിന്ന് മറുപടി ഒന്നും വന്നില്ല. എനിക്ക് വിശക്കുന്നു, നമുക്ക് കഴിക്കാൻ പോകാം. കുറച്ചു നേരത്തെ അവരുടെ മൗനത്തിന് ശേഷം അപ്പു ചോദിച്ചു. ദേവു അതിന് മൂളിക്കൊണ്ട് എഴുന്നേറ്റു. അവളുടെ ഒപ്പം തന്നെ 3 പേരും എണീറ്റു. ഓർഡർ കൊടുത്ത് ടേബിളിന് ചുറ്റും ഇരുന്ന് സംസാരിക്കവേ മേഘ ചുറ്റും പായിച്ചപ്പോൾ മുന്നിൽ കണ്ട കാഴ്ചയിൽ തറഞ്ഞു നിന്നു പോയി ശിവ. ഏട്ടനിനി കുറച്ചു ദിവസത്തിന് വീട്ടിലുണ്ടാവില്ല. സിംഗപ്പൂരിൽ ന്യൂ പ്രൊജക്ടിന്റെ കാര്യത്തിനു വേണ്ടി പോകുകയാണ്. അപ്പോൾ ഏട്ടത്തിക്ക് ഞങ്ങളുടെ കൂടെ വരാൻ ഇത്ര പേടിയുണ്ടാവില്ല, നന്ദു ശിവയെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. പക്ഷേ താൻ പറയുന്നതൊന്നും കേൾക്കാതെ എവിടേക്കോ മേഘകൾ പായിച്ചിരിക്കുന്ന ഏട്ടത്തിയെ കണ്ടതും നന്ദുവിന്റെ മേഘകളും സംശയത്തോടെ ശിവ നോക്കുന്ന ഇടത്തേക്ക് നോക്കി. അയ്യോ വല്യേട്ടൻ! പെട്ടെന്ന് അവനിൽ നിന്ന് അലർച്ചയുയർന്നു. എന്താടാ? സംസാരിച്ചിരുന്ന ദേവും അപ്പുവും അവന്റെ ഒച്ച കേട്ടുകൊണ്ട് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഇടി, ഏട്ടൻ അതാ അവിടെ! അഗ്നിയെ ചൂണ്ടിക്കൊണ്ട് നന്ദു പറഞ്ഞതും അത് കേട്ടതും ദേവും അപ്പുവും ഞെട്ടിപ്പോയി. 2 പേരും ഞെട്ടിക്കൊണ്ട് അഗ്നിയെ നോക്കി. പെട്ടെന്ന് തന്നെ നമുക്കിവിടുന്ന് മുങ്ങണം. ഏട്ടനെങ്ങാനും നമ്മളെ കണ്ടാൽ ചോദ്യമായി പറച്ചിലായി നമ്മൾ 4 പേരും മാത്രം ഇതിലെ ചുറ്റിക്കറങ്ങുന്നതിന് കണക്കിന് കിട്ടും. വേറെ വല്ല റെസ്റ്റോറൻറ്റിലേക്കും പോകാം. അഗ്നി കാണാതെ തിരിഞ്ഞിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു. അഗ്നിക്ക് കാണാൻ പറ്റും വിധത്തിലാണ് ശിവയും നന്ദുവും ഇരിക്കുന്നത്. നമ്മൾ എണീറ്റാൽ ഏട്ടൻ കാണും, ഉറപ്പാണ്, അപ്പു പേടിയോടെ പറഞ്ഞു. അപ്പു അഗ്നി ഒന്ന് തിരിഞ്ഞു നോക്കി. അങ്ങോട്ട് നോക്കല്ലേടാ, ഇപ്പൊ പിടിക്കും നമ്മളെ, അപ്പുവിന്റെ കയ്യിൽ തട്ടിക്കൊണ്ട് നന്ദു പറഞ്ഞു. ഏട്ടൻ കാണും മുമ്പ് നമുക്കിവിടുന്ന് പോകണം, വേഗം എഴുന്നേൽക്ക്. ദേവു എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ വേണ്ടി പറഞ്ഞു. ഏട്ടത്തി ഇങ്ങനെ നോക്കാതെ, ഏട്ടൻ നമ്മളെ കാണും. അഗ്നിയെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ശിവയെ തട്ടിക്കൊണ്ട് അപ്പു പറഞ്ഞു. ശിവ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ആരാ അപ്പു ദേവേട്ടന്റെ കൂടെ ഇരിക്കുന്നത്? കോഫി കുടിച്ചുകൊണ്ട് അഗ്നിയോട് പുഞ്ചിരിയോടെ സംസാരിക്കുന്ന ശ്വേതയെ ചൂണ്ടിക്കൊണ്ട് ശിവ ചോദിച്ചു. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ഈ ചേച്ചിയെ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഏട്ടന്റെ ഓഫീസിലെ സ്റ്റാഫോ വല്ലതുമായിരിക്കും, അപ്പോ ആലോചനയോടെ പറഞ്ഞു. അപ്പോഴും ശിവയുടെ ശ്രദ്ധ അഗ്നിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ ലാപ്പിലേക്ക് നോക്കിക്കൊണ്ട് എന്തോ പറയുന്ന ശ്വേതയിലായിരുന്നു. അവൾ അവരെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവരിൽ നിന്ന് മുഖം തിരിച്ചു. ഏട്ടത്തി വാ, എണീക്ക്, ശിവയോട് പറഞ്ഞുകൊണ്ട് അവർ 3 പേരും എണീറ്റു. ഏട്ടൻ അവരെ കാണും മുമ്പ് അവിടെ നിന്ന് പോകണം എന്ന് കരുതിക്കൊണ്ട് 4 പേരും പെട്ടെന്ന് പുറത്തേക്ക് നടന്നു. നടക്കുമ്പോൾ ശിവ ഒന്ന് തിരിഞ്ഞ് അഗ്നിയെ നോക്കി. മാഡം, വാതിൽ കടക്കും മുമ്പ് പുറകിൽ നിന്ന് വൈറ്റർ അവരെ വിളിച്ചിരുന്നു. കുറച്ച് ഉറക്കെ തന്നെയാണ് അയാൾ വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുപേർ ഇവരെ നോക്കി. നശിപ്പിച്ചു. ദേവു പല്ല് കടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. എനി പ്രോബ്ലം മാം? വെയിറ്റർ ധൃതിയോടെ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. കടയിൽ നിന്ന് കസ്റ്റമർ ഇറങ്ങിപ്പോകുന്നത് കണ്ടാൽ മാനേജർ വഴക്ക് പറയും എന്നുള്ള ഭയം ഉണ്ടായാൾക്ക്. അതുകൊണ്ട് തന്നെ അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ചോദിച്ചു. നോ, ദേവു താല്പര്യമില്ലാതെ പറഞ്ഞുകൊണ്ട് ഏട്ടൻ താങ്കളെ കണ്ടോ എന്ന് ഇടം കണ്ണാലെ നോക്കി. കൈ രണ്ടും മാറിൽ പിണച്ചുകെട്ടി താങ്കളെ തന്നെ നോക്കി നിൽക്കുന്ന അഗ്നിയെ കണ്ടതും പെട്ടു എന്ന ഭാവത്തോടെ ദേവു മറ്റു 3 പേരെയും നോക്കി. വിൽ ബി റൈറ്റ് ബാക്ക്, യു ഗോ.
താങ്കളെ തന്നെ നോക്കി നിൽക്കുന്ന വെയിറ്ററെ നോക്കിക്കൊണ്ട് നന്ദു പറഞ്ഞു. അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അയാൾ അടുത്ത ഓർഡർ എടുക്കാനായി പോയി. ഏട്ടൻ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പു പേടിയോടെ പറഞ്ഞു. നമ്മൾ ഏട്ടനെ ഇപ്പോൾ കണ്ടതുപോലെ അങ്ങ് അഭിനയിച്ച് തകർക്കാം. ദേവു അത് പറഞ്ഞുകൊണ്ട് ചുറ്റും മെഴികൾ പായിച്ചു. പെട്ടെന്ന് അഗ്നിയെ കണ്ടതും ഞെട്ടിയ പോലെ അഭിനയിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ ഏട്ടന്റെ അടുത്തേക്ക് നടന്നു. വാ നമുക്കും പോകാം. ദേവു പോകുന്നത് കണ്ടതും ശിവയുടെ കൈ പിടിച്ചുകൊണ്ട് നന്ദുവും പറഞ്ഞുകൊണ്ട് അഗ്നിയുടെ അടുത്തേക്ക് നടന്നു. ഏട്ടൻ എന്താ ഇവിടെ? അഗ്നിയെയും അവന്റെ അടുത്തിരിക്കുന്ന പെണ്ണിനെയും സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് ദേവു ചോദിച്ചു. അത് ഞാൻ നിന്നോട് അങ്ങോട്ട് ചോദിക്കേണ്ടതല്ലേ ദേവാംശി? അഗ്നി അവളെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു. ഞങ്ങൾ ഏട്ടത്തിക്ക് ബീച്ച് കാണണമെന്ന് പറഞ്ഞപ്പോൾ അഗ്നിയുടെ മുഖത്തെ ദേഷ്യം കണ്ടതും ദേവു പേടിയോടെ പറഞ്ഞു. അഗ്നിയുടെ അടുത്തിരിക്കുന്നവളെ നോക്കിക്കൊണ്ടിരുന്ന ശിവ ദേവുവിന്റെ മറുപടി കേട്ടതും ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. ദേവുവിന്റെ മറുപടി കേട്ടതും അഗ്നിയുടെ നോട്ടം ശിവയുടെ നേരെയായി. ആരാ അഗ്നി ഇത്? ശ്വേത അവരെ എല്ലാവരെയും നോക്കിക്കൊണ്ട് സംശയത്തോടെ അഗ്നിയോട് ചോദിച്ചു. ഞാൻ അഗ്നിദേവിന്റെ അനിയത്തിയാണ്. നീ ഏതാ? ദേവു ശ്വേത അഗ്നിയോട് കൊഞ്ചിക്കൊയ്യുന്നത് ഇഷ്ടപ്പെടാതെ ചോദിച്ചു. ദേവാംശി, അഗ്നി ദേവുവിനെ ദേഷ്യത്തോടെ വിളിച്ചു. അത് കേട്ടതും ദേവു മിണ്ടാതെ നിന്നു. ഡിഡ് യു ഈറ്റ് എനിത്തിങ്? അഗ്നി അവരെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു. നോ, 3 പേരും കോറക്സ് പോലെ പറഞ്ഞു. സിറ്റ് ഇയർ. അഗ്നി അവരിയ്ക്കുന്ന ടേബിളിൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. 3 പേരും മൂടിക്കൊണ്ട് അവിടെ ഇരുന്നു. അപ്പോഴും നിൽക്കുന്ന ശിവയെ കണ്ടതും അഗ്നി ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് ഇരിക്കാൻ പറഞ്ഞു. മെനു കാർഡ് കയ്യിൽ കിട്ടിയതും അവരെല്ലാം ഓരോന്ന് ഓർഡർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ശിവ മാത്രം അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ ചില്ലിലൂടെ കാണുന്ന കടൽ തീരത്തേക്ക് നോക്കി നിന്നു. ഇതിനിടയിൽ തന്നെ ശ്രേയക്ക് മനസ്സിലായിരുന്നു അവർ 3 പേരും അഗ്നിക്ക് വേണ്ടപ്പെട്ടവരാണെന്ന്. അത് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങി. ടേബിളിൽ നിരത്തിവെച്ചിരിക്കുന്ന ഫുഡ് ഫോക്കും മറ്റും ഉപയോഗിച്ച് കഴിക്കുന്നവരെ ശിവ അത്ഭുതത്തോടെ നോക്കി നിന്നു. അവൾക്കത് ഉപയോഗിച്ച് കഴിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ശിവ വെറുതെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് കോഫി സിപ്പ് ചെയ്തു. ഏട്ടത്തി എന്താ കഴിക്കാത്തത്? കഴിക്കാതിരിക്കുന്ന ശിവയെ കണ്ടതും നന്ദു ചോദിച്ചു. എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോളൂ. എല്ലാവരെയും നോക്കിക്കൊണ്ട് ശിവ പതിയെ പറഞ്ഞു. ഫോണിൽ ശ്രദ്ധിച്ചിരുന്ന അഗ്നി ശിവയുടെ ശബ്ദം കേട്ടതും അവളെ നോക്കി. അതെന്താടോ കഴിക്കാൻ വേണ്ടാത്തത്? അഗ്നിക്ക് വേണ്ടപ്പെട്ടവളാണെന്നുള്ള ചിന്തയോടെ ശ്വേത മുഖത്തൊരു പുഞ്ചിരി അണിഞ്ഞുകൊണ്ട് ചോദിച്ചു. ശിവ മറുപടി ഒന്നും പറഞ്ഞില്ല, ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. എന്താ ഏട്ടത്തി കഴിക്കാത്തത്? ഏട്ടനെ കണ്ടതുകൊണ്ടാണോ? വല്ലായ്മയോടെ ഇരിക്കുന്ന ശിവയുടെ ചെവിയിലായി നന്ദു മെല്ലെ ചോദിച്ചു. പിന്നെ? നന്ദു പുരികമുയർത്തിക്കൊണ്ട് എന്താ എന്ന് ചോദിച്ചു. എനിക്കിതൊന്നും ഉപയോഗിച്ച് കഴിക്കാൻ അറിയില്ല. വല്ലാത്തൊരു ചമ്മലോടെ ശിവ പറഞ്ഞു. ശിവനന്ദ അപ്പോൾ ഇങ്ങനത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലേ ഇതുവരെ? അവരുടെ സംസാരം കേട്ട് ശ്വേത പുച്ഛത്തോടെ ശിവയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല. അഗ്നിയുടെ മുഖത്തെ ദേഷ്യവും പുച്ഛച്ചിരിയും കണ്ടതും ശിവ മറുപടി പറഞ്ഞുകൊണ്ട് തല താഴ്ത്തി. അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് വർമ്മ വന്നിരുന്നു. അയാളെ കണ്ടതും ശ്വേത എഴുന്നേറ്റു. അഗ്നി, ഞങ്ങൾ എന്നാൽ ഇറങ്ങട്ടെ, ഇപ്പോൾ തന്നെ സമയം വൈകിയിട്ടുണ്ട്. വർമ്മ അല്പം ധൃതിയോടെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് അയാളുടെ ശ്രദ്ധ ശിവയിലേക്ക് നീണ്ടത്. ശിവയുടെ മുഖം കണ്ടതും അയാൾ ഞെട്ടിപ്പോയി. അഗ്നി തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കണ്ടതും മുഖത്തെ പരിഭ്രമം അയാൾ പെട്ടെന്ന് മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ അയാളെ തന്നെ നോക്കിയിരുന്ന അഗ്നിയുടെ മിഴികൾ കുറുകി. ഇത്? ശിവയെ ചൂണ്ടിക്കൊണ്ട് സംശയത്തോടെ വർമ്മ ചോദിച്ചു. ഷീസ് മൈ വൈഫ്. അഗ്നി ഗൗരവത്തോടെ പറഞ്ഞതും ശ്വേത ഞെട്ടിത്തരിച്ചുകൊണ്ട് അവനെ നോക്കി. അഗ്നിയുടെ വിവാഹം കഴിഞ്ഞിരുന്നോ? ശ്വേത ഉള്ളാലെ ചോദിച്ചു. ദേഷ്യത്തോടെ നന്ദുവിന്റെ അടുത്തിരിക്കുന്ന ശിവയൊന്ന് നോക്കി അവൾ. അഗ്നിയുടെ നെഞ്ചിന്റെ അത്രമേ അവൾക്ക് ഉയരമുള്ളൂ. പ്രത്യേകിച്ച് പറയാൻ മാത്രം അത്ര സുന്ദരിയൊന്നുമല്ല. എങ്കിലും കാണാൻ പ്രത്യേകതര ഭംഗിയുണ്ട്. ഒരു ഫോർക്ക് ഉപയോഗിച്ച് പോലും ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവളെയാണോ അഗ്നി ലൈഫ് പാർട്ണറായി തിരഞ്ഞെടുത്തത്? അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ള അഗ്നിദേവിന്റെ കാര്യത്തിൽ അവൻ തിരഞ്ഞെടുക്കുന്നത് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ ഇത്? ശ്വേത ശിവയെ വെറുപ്പോടെ നോക്കി. മാരേജ് കഴിഞ്ഞ കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. വർമ്മ ശിവയെ നോക്കിക്കൊണ്ട് വെപ്രാളത്തോടെ പറഞ്ഞു. അയാൾക്ക് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോയാൽ മതി എന്നായിരുന്നു. ശിവയെങ്ങാനും തലയുയർത്തി നോക്കിയാൽ തന്നെ മനസ്സിലാകുമോ എന്നുള്ള ഭയം അയാൾക്കുണ്ടായിരുന്നു. വർമ്മ പറഞ്ഞതിന് അഗ്നി മറുപടി ഒന്നും പറഞ്ഞില്ല. ഇറ്റ് വാസ് ലവ് മാരേജ്? ശ്വേത അഗ്നിയെ നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു. യെസ്. അഗ്നി ശ്വേതയെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു. വീണ്ടും എന്തോ ചോദിക്കാൻ നിന്ന ശ്വേതയുടെ കയ്യിൽ വർമ്മ പിടിച്ചിരുന്നു. വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടി.
എന്നാൽ ഞങ്ങൾ ഇറങ്ങുകയാണ്, വർമ്മ അഗ്നിയോട് പറഞ്ഞുകൊണ്ട് ശ്വേതയുടെ കൈ പിടിച്ചുകൊണ്ട് വേഗത്തിൽ അവിടെ നിന്ന് നടന്നു. അവർ പോകുന്നത് അഗ്നി സംശയത്തോടെ നോക്കി നിന്നു. ഏട്ടാ, ഞങ്ങളും പൊക്കോട്ടെ? ദേവു പേടിയോടെ അഗ്നിയോട് ചോദിച്ചു. അതിന് കത്തുന്നൊരു നോട്ടമായിരുന്നു അഗ്നിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. ദേവുവിന് അറിയാമായിരുന്നു, ശ്വേത ഉള്ളതുകൊണ്ടും പിന്നെ റെസ്റ്റോറന്റിൽ ശബ്ദമുയർത്തിയാൽ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധ താങ്കളുടെ മേലെ ആകുമെന്നും ഏട്ടനറിയാം. അതുകൊണ്ടാണ് ഇത്രയും നേരം താങ്കളോട് ദേഷ്യപ്പെടാതെ നിന്നതെന്ന്. എന്നോട് ചോദിക്കാതെ പുറത്തു പോകരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ? 3 പേരെയും നോക്കിക്കൊണ്ട് അഗ്നി ദേഷ്യത്തോടെ ചോദിച്ചു. ശബ്ദമുയരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് ഏട്ടാ, നന്ദു പേടിച്ചെന്തോ പറയാൻ നിൽക്കുമ്പോഴേക്കും അഗ്നി കൈ ഉയർത്തി തടഞ്ഞിരുന്നു. വീട്ടിലേക്ക് ചെല്ലട്ടെ, എന്നിട്ട് പറയാം ഞാൻ നിങ്ങൾ ചെയ്തതിനുള്ള ശിക്ഷ, അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. പേടിയോടെ തന്നെ അവർ 4 പേരും അവന്റെ ഒപ്പം ചെന്നു. തുടരും. സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.